കർത്താവിനെ ഒരു പ്രാവശ്യം കൂടെ നന്ദിയോടെ സ്തുതിക്കുന്നു. എല്ലാവരെയും പോലെ ദുഃഖത്തോടെയാണ് ഞാനും ദൈവസന്നിധിയിൽ ഇവിടെയായിരിക്കുന്നത്. അതേസമയത്ത് എല്ലാവരും ഓർമ്മിപ്പിച്ചതുപോലെ തികഞ്ഞ പ്രത്യാശ നമ്മുടെ എല്ലാ ഹൃദയങ്ങളിലുണ്ട്, എൻ്റെയും ഹൃദയത്തിലുണ്ട്. ഈ കുടുംബത്തെ ആദ്യമായി പരിചയപ്പെടുന്ന ബ്രദർ റോയ് മുഖേനയാണ്. ഇന്ന് അദ്ദേഹത്തെ പാസ്റ്റർ റോയ് എന്ന് വിളിക്കും, പക്ഷേ അദ്ദേഹത്തെ ബ്രദർ റോയായി കണ്ടതെനിക്ക് ഓർമ്മയുണ്ട്. റോയും റോബിനും രണ്ടുപേര് നിങ്ങൾക്ക് ആർക്കും പറയാനില്ലാത്ത ഒരു സാക്ഷി എനിക്ക് പറയാനുണ്ട്. എന്നെ ആളുകളെ ഇട്ട് തല്ലുമ്പോൾ എനിക്ക് പകരം തല്ലുകൊണ്ടതും അവരുടെ ശരീരത്ത് രക്തം വരുന്നത് വരെ അവരെനിക്ക് വേണ്ടി നിന്ന് ഫൈറ്റ് ചെയ്തതും എൻ്റെ ദേഹത്ത് ഒരു തല്ലും കേൾക്കാതെ എന്നെ പറഞ്ഞു വിട്ടതും എനിക്ക് ഓർമ്മയുണ്ട്. ഗുണ്ടാസംഘം ചർച്ചിൻ്റെ ക്യാമറ തല്ലി ഉടയ്ക്കുന്നത് റോയ് സാക്ഷിയാണ്. പല പ്രതിസന്ധികളിലും കൂടെ നിന്നവർക്കായി കർത്താവിനെ വാഴ്ത്തും. ഒരഭിഷേകത്തിൻ്റെ കൈമാറ്റവും പകർച്ചയും സഭയിൽ നിന്ന് ആ പ്രിയപ്പെട്ടവരുടെ മേലുണ്ടായി. എനിക്കൊരാളിനെ പാസ്റ്റർ എന്ന് വിളിക്കുന്ന അങ്ങേയറ്റം താല്പര്യമാണ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ സഹോദരന്മാരെന്ന് പറയുന്നതും കുഞ്ഞുങ്ങളെന്ന് പറയുന്നതും കൂടുതൽ അപ്രീഷ്യബിളാണ്. എൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത ഉണ്ടാകാം, ആരോടും ഞാനൊരു പരിധിയിൽ കൂടുതൽ അടുക്കാറില്ല. അതുകൊണ്ട് തന്നെ കുടുംബത്തോട് പരിധിയിൽ കൂടുതൽ അടുത്തിട്ടില്ല. പക്ഷെ അടുക്കാവുന്ന പരിധിയിൽ അവരോട് അടുക്കുവാനും ഇന്നുവരെ ഒരു കയ്പിൻ്റെ അനുഭവം ആ പ്രിയപ്പെട്ടവരിൽ നിന്നുണ്ടാകാതെ, പ്രത്യേകിച്ച് ഇന്ന് സഹോദരിയുടെ ഭൗതിക അവശിഷ്ടങ്ങളോട് യാത്ര പറയുകയാണല്ലോ. തന്നോട് യാതൊരു അതിർപ്പും വെറുപ്പും ഇല്ലാതെ ഇവിടം വരെ കൊണ്ടുവന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മളൊരല്പം സമയം ഇന്ന് കൂടുതൽ എടുക്കുന്നുണ്ട്, എനിക്കറിയാം. അത് വിവാഹം പോലും ശവസംസ്കാരം പോലും എന്തുപോലും ഒരു കൃത്യസമയത്തിനകം നിർത്തുക എന്നത് നമ്മുടെ ഒരു പതിവായിരുന്നു. അതൊരു മാന്യതയാണ്, അതൊരാവശ്യമാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരല്പം സമയം ഉണ്ട്. എല്ലാവർക്കും മനസ്സിലായി കാണത്തില്ല, ആദ്യം മുതലേ പറയുന്നുണ്ട് ഒരല്പസമയമുണ്ട്. കാര്യം കുഴി റെഡിയായി വരാൻ ഒരല്പം താമസിക്കും. ആ കാരണത്താൽ നമുക്ക് ഏറ്റവും നല്ലത് ഇവിടെയാണ്. അതുകൊണ്ട് നമ്മൾ അല്പം കൂടുതൽ മിനിറ്റുകൾ ഇവിടെ എടുക്കുക. അതിനകത്ത് ഏറ്റവും പ്രയോജനപ്പെടേണ്ടത് എനിക്ക് തോന്നുന്നത് ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയിലായിരിക്കും. നമുക്ക് എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകണമെങ്കിൽ, ടു ക്യാരി ബാക്ക്, എന്തെങ്കിലും നമുക്ക് വേണമെങ്കിൽ അത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണ്. എൻ്റെ ശാരീരിക സ്ഥിതി എന്നെ വേണ്ടതുപോലെ അനുവദിക്കുന്നില്ല. ഇന്നലെ ആൻറ്റിയുടെ മരണസമയത്ത് ഞാനും കുടുംബമായി കേരളത്തിലായിരുന്നു. റോയ് പാസ്റ്ററും കേരളത്തിലായിരുന്നു. തന്നോടിന്ന് പോകുന്നതിന് മുമ്പേ എന്നോട് പറഞ്ഞ അമ്മയുടെ കാര്യം അല്പം ബുദ്ധിമുട്ടാണ്, പക്ഷേ കുഴപ്പമില്ല, അതുകൊണ്ട് ഞാൻ കേരളത്തിലേക്ക് പോകണം, ക്യാൻസൽ ചെയ്താൽ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു, റോയ് കഴിവുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാം കൊടുത്തേച്ച് ക്യാൻസൽ ചെയ്യരുത്. വാക്കുമാറാത്ത ദൈവത്തെ സേവിക്കുന്നിടത്തോളം വാക്കുമാറാൻ പാടില്ല, കഴിയുമെങ്കിൽ പോകണം. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ എൻ്റെ മാതാവിന് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് സൂക്ഷ്മം അറിയാമായിരുന്നു. 1-2 ഡോക്ടേഴ്സ് വീട്ടിൽ വിസിറ്റ് ചെയ്തു. അവരാണ് എൻ്റെ അമ്മയെ കണ്ടേച്ച് പറഞ്ഞത്, ചില മേ ബി 2 ആഴ്ച 3 ആഴ്ച കൂടെ കാണത്തുള്ളൂ, ഞാൻ വെളിയിലോട്ട് പോകുന്നത് ഒരു 2 മാസത്തേക്ക്. അപ്പം ഞാൻ അവരോട് ഒരു ടൈം സ്പെസിഫിക് പറയാൻ നോക്കും, അതൊക്കത്തുമില്ല. ഞാൻ എൻ്റെ അനിയനോട് പറഞ്ഞ വാചകം ഓർമ്മയുണ്ട്, അമ്മ മരിക്കും, പക്ഷെ അത് നോക്കി ഇവിടെ ഇരിക്കുന്നതിനേക്കാൾ എനിക്ക് പ്രയോജനമാകുന്നത് യാത്ര ചെയ്യുകയായിരിക്കും. അമ്മ മരിച്ചാൽ നീ മോർച്ചറിയിലോട്ട് വെച്ചേക്കണം. ലോകത്തിൻ്റെ ഏതു ഭാഗത്താണെങ്കിലും ഒരാഴ്ചക്കകം ഞാൻ തിരിച്ചു വരും. ഞാൻ തിരിച്ചു വന്നിട്ട് ശവസംസ്കാരമാകാം. അതുപോലെ എൻ്റെ വീടെന്നെ വിട്ടു. ഞാൻ ഡൽഹിയിൽ നിന്ന് ഫ്ലൈ ഔട്ട് ചെയ്യുമ്പോൾ അമ്മ ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ ഞാനൊരു മീറ്റിങ്ങിന് പോവുകയാണ്, പോയിച്ചു വരാമെന്ന് പറഞ്ഞു. എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞില്ല, ഡൽഹിയിൽ നിന്നാണ് സംസാരിക്കുന്നതെന്നും പറഞ്ഞില്ല, ബാംഗ്ലൂരിൽ നിന്നാണെന്ന് മാത്രമേ അമ്മ ഓർത്ത് കാണത്തുള്ളൂ. ശരി എന്ന് അമ്മയും പറഞ്ഞു വിട്ടു. എൻ്റെ പിതാവ് മരിക്കുമ്പോൾ ഞാൻ കേരളത്തിലില്ല. മരണസമയമായപ്പോഴെന്നെ വീട്ടിൽ നിന്ന് വിളിച്ചറിയിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഒരു ഫാസ്റ്റിംഗ് പ്രയർ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് അത് കഴിഞ്ഞേ വരാൻ ഒക്കത്തുള്ളൂ. അന്ന് തന്നെ എൻ്റെ പിതാവ് മരിച്ചു. മോർച്ചറിയിൽ വെച്ചു. ഫാസ്റ്റിംഗ് പ്രയറിന് ശേഷം പോയി കണ്ടു. അതേ പാത തന്നെ ഒരളവിൽ റോയ് അംഗീകരിച്ചു. ഈ മാതാവിനെക്കുറിച്ച്
മക്കളെ രണ്ടുപേരെയും അവരുടെ കുടുംബങ്ങളെയും കണ്ട് സന്തോഷിച്ച് അവരുടെ എല്ലാം കയ്യിൽ നിന്ന് ശുശ്രൂഷ ഏറ്റുവാങ്ങി ഒരു ചാരിതാർത്ഥ്യത്തോടെ പോകുവാൻ ആ പ്രിയ സഹോദരിക്ക് കഴിഞ്ഞു എന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പല ഭവനങ്ങളിലും രോഗികളായിത്തീരുന്ന മാതാപിതാക്കളെ നോക്കാൻ ആളില്ലാതെ ആ കുഞ്ഞുങ്ങളെ വിളിച്ച്, അങ്ങനെയുള്ളവരുടെ കുഞ്ഞുങ്ങളെ വിളിച്ച്, നീ കാണിക്കുന്നത് മോശമായിപ്പോയി എന്നൊക്കെ ഞങ്ങൾ പറയേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഭവനത്തിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ താൻ ആരോഗ്യത്തോടെ ഒരു വീഴ്ചയോടെയാണ് ആൻറ്റിക്ക് ഈ പ്രയാസം ഉണ്ടായതെന്ന് പറഞ്ഞു. ഞാൻ പ്രായമുള്ള എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. എനിക്ക് 70 വയസ്സായപ്പോൾ എന്നെ ഒരാൾ ഓർമ്മിപ്പിച്ചതാണ്, വീഴുന്നതിന് മുമ്പുള്ളയാളും എഴുന്നേൽക്കുന്നയാളും രണ്ടാണ്. പ്രായമുള്ളവരെല്ലാം ശ്രദ്ധിച്ചോണം. ഒന്ന് വീണ് കഴിഞ്ഞാൽ ആരോഗ്യനില മാറും, സ്ഥിതിഗതികളാകെ മാറും. അതുകൊണ്ട് വളരെ ഗൗരവമായി സൂക്ഷിച്ചേ നടക്കാവുള്ളൂ. പ്രായമുള്ളവർ വീഴുന്നതിന് മുമ്പിലത്തെ ആളല്ല എഴുന്നേൽക്കുന്നത്. ഈ സഹോദരിക്കും പറ്റിയത് അതാ. ഞാനൊരു സഭയുടെ സീനിയർ പാസ്റ്റർ എന്ന സ്ഥിതിയിൽ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ, ആത്മീയത്തിലും സ്ഥിതി ഇതാ. വീഴുന്നതിന് മുമ്പുള്ള വിശ്വാസി അല്ല തിരിച്ചെഴുന്നേൽക്കുന്ന വിശ്വാസി തകർന്ന് എഴുന്നേൽക്കത്തുള്ളൂ. അതുകൊണ്ട് വീഴാതിരിപ്പാൻ നമ്മുടെ ജീവിതം മുഴുവനും സൂക്ഷിച്ച് കഴിയുവാൻ ഞാൻ കർത്താവിൽ ഓർമ്മിപ്പിക്കട്ടെ. തിരുവചനത്തിലേക്ക് തിരിഞ്ഞാൽ അബ്രഹാം മരിക്കുന്നത് 175 വയസ്സിലാണ്. അദ്ദേഹത്തിൻ്റെ മക്കൾ ചേർന്ന് അദ്ദേഹത്തെ മക്പേല നിലത്തിലെ ഗുഹയിൽ അടക്കി. തൻ്റെ മകനായി ഇസഹാക്ക് മരിക്കുന്നത് 180 വയസ്സിലാണ്. തൻ്റെ ഈ മക്കൾ രണ്ടുപേരും ചേർന്ന് അദ്ദേഹത്തെ അടക്കി. ഇവിടെയും ഈ പ്രിയ മാതാവ് 73 വയസ്സിലാണ് നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടതെങ്കിലും മക്കൾ വന്ന് ചേർന്ന്, കൊച്ചുമക്കളും മരുമക്കളും എല്ലാം കൂടെ ഒന്നിച്ചായി. മക്കളെന്ന് പറയുന്നതിനകത്ത് മരുമക്കൾ ഉൾപ്പെടും. കുഴിമാടത്തിലേക്ക് പോകുവാൻ കർത്താവ് തൻ്റെ ജീവിതത്തിൽ നമ്മുടെ പിതാക്കന്മാർക്ക് കൊടുത്ത അതേ ചാൻസ് കൊടുത്തതുകൊണ്ട് ഞാൻ കർത്താവിനെ വാഴ്ത്തും. മുമ്പേ തന്നെ ഒരു വാക്യം നമ്മൾ വായിച്ചതാണ്, വെളിപ്പാട് പുസ്തകം 14:13. കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകും. പാസ്റ്റർ മോഹൻ ഇത് നേരത്തെ ഓർമ്മിപ്പിച്ചു. പകൽ മുഴുവനും അധ്വാനിച്ച കൃഷിക്കാരൻ രാത്രിയിൽ വന്ന് വിശ്രമിക്കും. അത് എൻഡ് ഓഫ് ദ സ്റ്റോറി അല്ല, പിറ്റേ ദിവസം പിന്നെയും പോകാൻ വേണ്ടിയാണ്. പക്ഷേ ഇവിടെ ഈ വിശ്രമിക്കുക എന്ന പദം ഉപയോഗിച്ചിരിക്കുന്ന തിരുവചന ഭാഗത്തൊരു ചെറിയ വ്യത്യാസമുണ്ട്. വർഷങ്ങൾ നീളത്തിൽ അധ്വാനിച്ച ശേഷം, സെയിലിങ്ങിന് പോയ ശേഷം തിരിച്ച് വന്ന് ഡോക്ക് ചെയ്ത് പെയിൻറ്റ് മാറി ഓവറോൾ ചെയ്ത് ഇറക്കുന്ന കപ്പലിന് കൊടുക്കുന്ന വിശ്രമത്തെയാണ് ഇവിടെ കുറിക്കുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ പദം പറയാം. ഒരു കപ്പൽ ദീർഘനാളുകൾ യാത്ര ചെയ്ത് ലോകത്തിൽ പല രാജ്യങ്ങളിലും തുറമുഖങ്ങളിലും പോയി ചരക്കിറക്കി കയറ്റി മടങ്ങി വരുമ്പോൾ അതിൻ്റെ എൻജിൻ ഓവറോൾ ചെയ്യേണ്ട സമയത്ത്, അതിനെ റീപെയിൻറ്റ് ചെയ്യേണ്ട സമയത്ത് അത് ഡോക്ക് ചെയ്യും. ആ ഡോക്കിങ്ങിൽ കൊടുക്കുന്ന വിശ്രമത്തെയാണ് ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടത് എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ ഉദ്ധരിച്ചത് എന്ന് ഭാഷ അറിയാവുന്നവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്ക് ഡയറക്റ്റ് ലാംഗ്വേജ് അറിഞ്ഞുകൂടാ. എനിക്കൊന്നറിയാം, ദൈവം സ്വർഗത്തിൽ മനുഷ്യൻ്റെ ആത്മാവിനെ സൃഷ്ടിച്ച് ഈ മണ്ണിൽ നിന്ന് ഒരു ശരീരം ഉണ്ടാക്കി, മണ്ണുകൊണ്ടൊരു ശരീരം ഉണ്ടാക്കി ആ ശരീരത്തിനകത്താക്കി കൊടുക്കേണ്ട എല്ലാ ബാല്യകാല ശുശ്രൂഷകളും കൊടുത്ത് നമ്മെ വളർത്തിയെടുത്തത് ഈ ശരീരം ഉപയോഗിച്ച് നന്നായി അധ്വാനിക്കാൻ, നിത്യതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം തന്ന ശരീരമാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത്. കർത്താവ് പറഞ്ഞു, മണ്ണിൽ നിന്നാണ് ഈ ശരീരം എടുത്തത്, ഇത് മണ്ണിൽ തന്നെ തിരിച്ചു വരും. രണ്ടാമതൊരു ശരീരം കർത്താവ് ഈ ആത്മാക്കളെ ധരിപ്പിക്കും. ഇതിനകത്തിരിക്കുന്ന നമുക്കെല്ലാവർക്കും രണ്ടാമതൊരു ശരീരം ലഭിക്കും. ഒന്നാമത്തെ ശരീരം സ്വർഗത്തിൽ നിർമ്മിച്ച ആത്മാവിന് ദൈവം ഭൂമിയിലെ മണ്ണുകൊണ്ടുണ്ടാക്കി, അല്ലെങ്കിൽ ഈ കോസ്മോസിൽ നിന്നെടുത്ത്, എനിക്കൊന്ന് ഈ ചർച്ചിലുള്ളവർക്ക് അപ്പം അത് നന്നായി മനസ്സിലാകും. ഈ കോസ്മോസിൽ നിന്ന് പൊടിയെടുത്ത് ഒരു ശരീരം ഉണ്ടാക്കി ആ ശരീരത്തിനകത്ത് ആത്മാവിനെ ആക്കി ഇവിടെ ജീവിക്കാൻ വിട്ടു. ആവോളം നന്മ പ്രവർത്തിച്ച് ജീവിക്കുവാൻ, ദൈവത്തിൻ്റെ വചനപ്രകാരം നന്മ ചെയ്യുവാൻ ദൈവം ആവശ്യപ്പെട്ടു.
ഇതിനകത്ത് ഈ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നമ്മുടെ ശരീരത്തെ ഒന്ന് ഓവറോൾ ചെയ്യുവാൻ, നമ്മെ ഒന്ന് ഓവറോൾ ചെയ്ത് ഈ ശരീരം മാറ്റുവാൻ ദൈവം ഒരവസരം തരും. അതാണ് ഭക്തൻ്റെ മരണം. ഭക്തനും മരിക്കും, അഭക്തനും മരിക്കും. ദൈവം തന്ന ശരീരം ഉപയോഗിച്ച് നന്മ മാത്രം ചെയ്ത് അല്ലെങ്കിൽ നന്മകൾ ചെയ്ത് ജീവിച്ച ഒരു വ്യക്തിക്ക് അവൻ്റെ പ്രവൃത്തികൾ അവനെ അനുഗമിക്കും എന്ന് ബൈബിൾ പറയുന്നു. സാധാരണ ശവസംസ്കാരങ്ങളിൽ പലതിലും ഞാൻ ഓർപ്പിച്ചിട്ടുള്ളതുപോലെ ലോകം പിടിച്ചടക്കിയവൻ എന്ന് സ്വയം അഭിമാനിക്കുന്ന അലക്സാണ്ടർ ചക്രവർത്തിയുടെ 32ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ കോഫിൻ ബോക്സിൻ്റെ ഇടത്തും വലത്തും 2 കിഴുത്തകളിടാനും 2 കൈകൾ വെളിയിലേക്കിട്ട് ഒന്നുമില്ലാതെ ഞാൻ വന്നു, ഒന്നുമില്ലാതെ പോകുകയാണ് എന്ന് ലോകത്തെ കാണിക്കേണ്ടതിനും തൻ്റെ കൈകൾ വെളിയിലേക്കിടുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അലക്സാണ്ടർ ദ ഗ്രേറ്റ് ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചു, ധനസമൃദ്ധിയുടെ പരമാവധി വെട്ടിപ്പിടിച്ചു. പക്ഷെ കൊണ്ടുപോകാൻ ഒന്നുമില്ലായിരുന്നു. പക്ഷെ ഒരു ഭക്തൻ്റെ പ്രത്യേകത, എൻ്റെ പ്രവൃത്തി എന്നെ അനുഗമിക്കും. എൻ്റെ കൈ കൊണ്ട് മുറുകെ പിടിക്കാൻ ഒന്നുമില്ലായിരിക്കാം, പക്ഷെ ഞാൻ ചെയ്തതിന് തക്കവണ്ണം എൻ്റെ പ്രവൃത്തി എന്നെ അനുഗമിക്കും. ആത്മാവിനെ ഇവിടെ കൊണ്ടുവന്നവൻ, ശരീരത്തെ ഇവിടെ സൃഷ്ടിച്ചവൻ, പ്രവൃത്തികൾക്ക് വിലയിട്ടവൻ പറഞ്ഞു, കുഞ്ഞ് നീ എവിടെ പോയാലും നിൻ്റെ പ്രവൃത്തി പോകത്തില്ല, അത് നിന്നെ അനുഗമിക്കും. പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കടമായിട്ടാണ് എന്ന് ബൈബിൾ പറയുന്നു. ഞാൻ ഇന്ന് എന്തെങ്കിലും ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ, നാം എന്തെങ്കിലും ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം കടപ്പെട്ടവനാണ്. അതിന് തക്ക പ്രതിഫലം തരുവാൻ ദൈവം കടപ്പെട്ടവനാണ്. പക്ഷെ ബൈബിളിൽ ഒരു പദം കൂടെ നമ്മൾ ഇപ്പോഴും പറയും, ദൈവം ആർക്കും കടപ്പെട്ടവനല്ല. അല്ല, അത് പലിശ സഹിതം തിരിച്ചു തരും. ദൈവം ആർക്കും കടപ്പാടോടുകൂടെ ഇരിക്കത്തില്ല. ഇവിടെ അധ്വാനിച്ചതിനും ഓടിയതിനും തക്കവണ്ണം തരുവാൻ കർത്താവ് ശക്തനാണ്. അടുത്ത ശരീരം ഈ ആത്മാവിന് കൊടുക്കുമ്പോൾ ഈ കോസ്മോസിൽ നിന്നല്ല, മറ്റൊരു കോസ്മോസിൽ നിന്നുള്ള ശരീരമാണ് ലഭിക്കുന്നത്. കാര്യം തുടർന്നുള്ള ജീവിതം അവിടെയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പ്രകാശം യാത്ര ചെയ്യേണ്ടതിന്, വെളിച്ചത്തിന് യാത്ര ചെയ്യേണ്ടതിന് 1000 വർഷങ്ങളെടുക്കും. 1000 വർഷങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ. ഈ പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്ത്, ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ, നോർത്തൻ നെബൂളയുടെ അപ്പുറത്ത് നിത്യനായ ദൈവം കരുതിയിരിക്കുന്ന ദൈവിക സിംഹാസനത്തെങ്കിലേക്ക് പ്രിയ സഹോദരരുടെ ആത്മാവിനെ എത്തുവാൻ സെക്കൻഡുകൾ മതിയായിരുന്നു. ശാസ്ത്രലോകം മുഴുവനും സുനിൽ പാസ്റ്റർ എടുത്തു പറഞ്ഞപ്പോൾ ശാസ്ത്രത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു. കളക്ഷൻ ഓഫ് ഡേറ്റ, കിട്ടാവുന്ന ഡേറ്റ ഒക്കെ അവർ കളക്ട് ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് വെളിച്ചത്തിൻ്റെ ഈ വേഗത ഒരു സ്റ്റാൻഡേർഡ് മാത്രമാണ്. ഒന്ന് വെളിച്ചത്തേക്കാൾ 10 കോടി മടങ്ങ് താഴെയായിരിക്കാം, വേറൊന്ന് 10 കോടി മടങ്ങ് ഉയരത്തിലായിരിക്കാം. വെളിച്ചം ഒരു റെഫറൻസ് പോയിൻ്റ് മാത്രമാണ്. വെളിച്ചത്തിൻ്റെ വേഗത ഒരു റെഫറൻസ് പോയിൻ്റ് മാത്രമാണ്. സെക്കൻഡുകൾക്കകം, വിതൗട്ട് ടൈം, കണ്ണിമയ്ക്കുന്നതിനിടയിൽ ഈ ആത്മാവ് നിത്യതയിലെത്തി. നിത്യതയിലെത്തിയ പലരും തിരിച്ചു വരുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. ആരംഭം മുതൽ ഇന്ന് എടുത്തു പറയുന്ന പദം ഇമ്പങ്ങളുടെ പറുദീസയിൽ വേദനയില്ലാത്ത, മേലെ കാലൊടിയാത്ത, കൈയൊടിയാത്ത, വേദനയില്ലാത്ത, രോഗമില്ലാത്ത, ഭാരമില്ലാത്ത, വിശപ്പില്ലാത്ത, ദാഹമില്ലാത്ത, മറ്റൊന്നിനെക്കുറിച്ചും വറിയില്ലാത്ത നിത്യനായ ദൈവത്തിൻ്റെ തേജസ്സുള്ള മുഖം സദാ കണ്ടുകൊണ്ടിരിക്കുന്ന ഇമ്പങ്ങളുടെ പറുദീസയിലേക്ക് പ്രിയ സഹോദരി ഉയർത്തപ്പെട്ടു. ഇന്നലെ 10 മണി അടുത്ത്. തിരിച്ച് ഇങ്ങോട്ട് വരാനും അത്രയും എളുപ്പം. അങ്ങോട്ട് പോകാൻ എത്ര സമയം ചുരുക്കമായി എടുത്തോ അതേ സമയം കൊണ്ട് തിരിച്ചു വരും. കർത്തദൂതൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർക്കുകയും ക്രിസ്തുവിനോട് ചേർന്ന് ജീവിച്ചവർ ശേഷമുള്ളവർ രൂപാന്തരപ്പെടുകയും ചെയ്യുമ്പോൾ പ്രിയ സഹോദരി എഴുന്നേറ്റ് വരും, ഞാനും എഴുന്നേറ്റ് വരും, നിങ്ങളും എഴുന്നേറ്റ് വരും. നാം വീണ്ടും ഒരുമിച്ച് കാണും. ഹേ മരണമേ, നിൻ്റെ ജയം എവിടെ? മരണമേ, നിൻ്റെ വിഷമുള്ള എവിടെയെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് തങ്ങൾ കിടന്ന കല്ലറകൾക്ക് നേരെ നോക്കിക്കൊണ്ട് പറയാനുള്ള നേരമില്ല,
മധ്യാകാശത്തിലേക്ക് പോയിരിക്കും. ഈ യുഗം തീരും, അടുത്തൊരു യുഗം തെളിയും. ഇതെല്ലാം എല്ലാവരും വിശ്വസിക്കുന്ന കാര്യമാണ്, പ്രായോഗികമായി കാണാവുന്ന കാര്യങ്ങളാണ്. ഞാൻ ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. പക്ഷെ നമുക്കൊക്കെ കിട്ടാൻ പോകുന്ന അടുത്ത ശരീരം ഈ കോസ്മോസിൽ നിന്നല്ല. ഈ ശരീരത്തിൽ ഒരല്പം കഴിഞ്ഞാൽ നാറ്റം വമിക്കുന്നതാണ്. മരിച്ച ശേഷം ശരീരത്തിൽ നാറ്റം വമിക്കും. ജീവനോട് ഇരുന്നാലും വിയർപ്പ് മുഖേന മാറും. വരുന്ന ശരീരം നാറ്റമുള്ളതല്ല, അത് വാസനയുള്ള ശരീരമാണ്, സുഗന്ധമുള്ള ശരീരമാണ്. ഈ ശരീരത്തിൽ ഇരുട്ടുണ്ട്, വെളിച്ചമില്ലെങ്കിൽ നടക്കാനൊക്കത്തില്ല. തിരിച്ചു ലഭിക്കുവാൻ പോകുന്ന ശരീരം വെളിച്ചമല്ല, തേജസ്സുള്ള ശരീരമാണ്. മൃഗങ്ങളുടെയും മറ്റു മൃഗങ്ങളുടെയും മാംസങ്ങൾ തമ്മിൽ വ്യത്യാസമുള്ളതുപോലെ മരിച്ചുയർത്തെഴുന്നേൽക്കുന്നവരുടെ ശരീരങ്ങൾ തമ്മിൽ തേജസ് കൊണ്ട് വ്യത്യാസം കാണും. പ്രഭയിൽ അവർ വ്യത്യസ്തരായിരിക്കും. അടുത്തൊരു പ്രഭയുള്ള ശരീരത്തോടെ പ്രിയ സഹോദരി എഴുന്നേറ്റ് വരുമ്പോൾ, നമ്മൾ ആ സഹോദരിയെക്കുറിച്ച് ഒത്തിരി കേട്ട്, ഞാനതിനെക്കുറിച്ച് ഇനി പറയേണ്ട കാര്യമില്ല, നമ്മൾ കേട്ടു. എഴുന്നേറ്റ് വരുമ്പോൾ ലജ്ജാവഹമായ ഒരു പരിതസ്ഥിതിയിൽ ഞാൻ ആ സഹോദരിയെ കാണുമോ? കർത്താവേ, ഞാൻ ലജ്ജിക്കേണ്ടി വരുമോ? അതോ എനിക്കും തേജസ്സുള്ളൊരു ശരീരമുണ്ടോ എന്ന് ഇന്ന് ശോധന ചെയ്യുന്നവർക്കായി സ്തോത്രം. ദാനിയേൽ പ്രവചനത്തിൽ 9-ാമത്തെ അധ്യായത്തിലൊരു പദമുണ്ട്, നിന്റെ ജനം പുസ്തകത്തിൽ പേരെഴുതി കാണുന്ന ഏവനും ഉയർത്തെഴുന്നേൽക്കും. ഒന്നുകൂടെ പറയാം, നിന്റെ ജനം പുസ്തകത്തിൽ പേരെഴുതി കാണുന്ന ഏവനും തന്നെ ഉയർത്തെഴുന്നേറ്റ് വരും. അടുത്ത അറ്റാച്ച്മെൻ്റാണ് വല്ലാത്തത്. ചിലർ നിത്യലജ്ജയ്ക്കും ചിലർ നിത്യമാന്യതയ്ക്കുമായി എഴുന്നേറ്റ് വരും. സ്വർഗത്തിൽ പോകുക എന്ന പ്രിലിമിനറി കൺസെപ്റ്റ് കള. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം, സ്വർഗത്തിൽ പോകുക എന്ന പ്രിലിമിനറി കൺസെപ്റ്റ് കള. സ്വർഗത്തിൽ ചെന്നാൽ എൻ്റെ സ്ഥാനം എന്തായിരിക്കും, എൻ്റെ ശരീരം എത്രയായിരിക്കും, എന്തായിരിക്കും എനിക്ക് ലഭിക്കുന്ന പ്രതിഫലം, ഇത്യാദികളെക്കുറിച്ച് ചിന്തിക്കുവാൻ, ഒരു പ്രാവശ്യം കൂടെ തീരുമാനമെടുക്കുവാൻ, മുൻപോട്ട് പോകുവാൻ തീരുമാനിക്കുവാൻ കർത്താവ് നമുക്ക് തരുന്ന അവസരങ്ങളാണിത്. പ്രിയ സഹോദരിയുടെ വേർപാടിൽ നമ്മളെല്ലാം ദുഃഖിക്കുന്നു. ഞാൻ തികച്ചും ദുഃഖിക്കുന്നു. പ്രത്യേകിച്ച് കുടുംബത്തെ ഓർത്ത് ഞാൻ സത്യമായി ദുഃഖിക്കുന്നു. മറുവശം, നമുക്കെല്ലാം കൂടെ കൂടിയിരുന്ന് ഒരു പ്രാവശ്യം കൂടെ ഈ ആശയമൊന്ന് ചിന്തിക്കേണ്ടതിന് ദൈവം തന്ന അവസരമാണിത് എന്ന് കണ്ട് അംഗീകരിക്കുന്നവർക്കായി സ്തോത്രം. ഓരോന്നിൻ്റെയും നന്മയും ഫലവും അനുഭവിക്കുന്നവർക്കായി കർത്താവിനെ വാഴ്ത്തുന്നു. ഇന്ന് പകൽ അതിൻ്റെ നന്മ അനുഭവിപ്പാൻ, എൻ്റെ ജീവിതം വരുവാനുള്ള ലോകത്തിൽ എങ്ങനെ ഇരിക്കും എന്ന് ചിന്തിക്കുവാൻ ഇന്ന് പകൽക്കാലം സ്വയം ഏൽപ്പിക്കപ്പെടുന്നവർക്കായി കർത്താവിനെ വാഴ്ത്തുകയാണ്. 1 തെസ്സലോനിക്കർ 4:16 അന്ത്യകാഹളത്തിങ്കൽ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർക്കും. നമ്മൾ സാധാരണഗതിയിൽ ഇവിടെ ശവസംസ്കാരം നടത്തിക്കൊണ്ടിരുന്നത് ബാംഗ്ലൂരിലെ പ്രധാന ക്രിസ്ത്യൻ സെമിട്രിയായ വാർ സെമിട്രിയിലായിരുന്നു, ഹുസൂർ റോഡ് സെമിട്രിയിലായിരുന്നു. വാഹനങ്ങളുടെ പെരുപ്പം കൊണ്ടും യാത്രയുടെ ക്ലേശം കൊണ്ടും കഴിവുള്ളിടത്തോളം അത്രയും അകലം വരെ പോകാതെയാകാം എന്ന് കണ്ടാണ് നമ്മൾ അടുത്തുള്ള ചില ശവക്കല്ലറുകളെ ആശ്രയിക്കുന്നത്. പക്ഷെ ഇവിടെ അടക്കിയെന്നത് വിഷയമല്ല. ഒരൊറ്റ കാഹളത്തെങ്കിൽ എല്ലായിടത്തും ലോകത്തിൽ മുഴുവനും കല്ലറകൾ മൊത്തം പൊട്ടും. വിശുദ്ധന്മാരുടെ കല്ലറകൾ പൊട്ടും. വിശുദ്ധന്മാർ അക്ഷയരായി ക്ഷയം, വാട്ടം, മാലിന്യം ഇവയില്ലാത്തതായ ഒരു നിത്യാവകാശത്തിന് വേണ്ടി ക്ഷയവും വാട്ടവും മാലിന്യവും കോട്ടവുമില്ലാത്ത ഒരു ശരീരത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ഈ പ്രിയ സഹോദരി താൻ അധ്വാനിച്ചതിനൊത്തവണ്ണം, ഓടിയതിനൊത്തവണ്ണം പ്രാപിക്കുവേണ്ടതിന് ഒരു തേജസ്സുള്ള ശരീരത്തിൽ വരുമ്പോൾ, കർത്താവേ, ഞാൻ ആ കൂട്ടത്തിൽ നിൽക്കുവാൻ തേജസ്സുള്ള ശരീരമായിരിക്കുമോ അതോ നിന്ദ്യമായൊരു ശരീരമായിരിക്കുമോ എന്ന് സ്വയം ശോധന ചെയ്യുവാനുള്ള സമയമാണ് ഈ സമയം. അയൽവക്കത്ത് പാർത്തവർ, അടുത്ത കസേരകളിലിരുന്ന് കർത്താവിൻ്റെ മേശയിൽ നിന്ന് ഒരുമിച്ച് ഭക്ഷിച്ചവർ, ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഒരുമിച്ചിരുന്ന് ശ്രദ്ധിച്ചവർ, സ്തോത്രം പറഞ്ഞവർ, നമ്മൾ ഒരുമിച്ച് പാട്ടുപാടിയവർ, ഉയർത്തെഴുന്നേൽപ്പിൽ ഒരു തരത്തിലല്ല, ഓരോരുത്തരും താൻ്റെ നിരകളിലത്രേ എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഒരു ഉന്നതമായ നിരയിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ. ഞാൻ പറഞ്ഞാൽ ഇന്ന് സ്വർഗത്തിൽ പോകുന്ന കാര്യത്തെക്കുറിച്ച് അല്ല എനിക്ക് പറയാനുള്ളത്, സ്വർഗത്തിലെ സ്ഥാനവ്യത്യാസങ്ങളെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. മറ്റേ ഒരു ലോവർ ലെസനാ ക്ലാസ്സാ, പക്ഷെ എനിക്കെടുക്കുവാനുള്ളത് ഒരു ഹയർ ലെസനാ ക്ലാസ്സാ. ഒരു ഉയർന്ന പദവിയിലേക്ക് മാറുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ തരട്ടെ.
1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 42 മുതലുള്ള വാക്യത്തിൽ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു ഒരു കോതമ്പ് മണിയോട് സദൃശ്യപ്പെടുത്തി, ഏതെങ്കിലും ഒരു സസ്യത്തിൻ്റെ വിത്തിനോട് സദൃശ്യപ്പെടുത്തി പറയുകയാണ്, വിത്തിനൊത്തവണ്ണം ശരീരങ്ങൾ മാറിയിരിക്കും. കോതമ്പിൻ്റെ വിത്തിട്ടാൽ കോതമ്പിൻ്റെ ബോഡി എഴുന്നേറ്റ് വരും, നെല്ലിൻ്റെ വിത്തിട്ടാൽ നെല്ലിൻ്റെ ശരീരം എഴുന്നേറ്റ് വരും, തെങ്ങിൻ്റെ വിത്തിട്ടാൽ തെങ്ങ് എഴുന്നേറ്റ് വരും. എന്ത് വിത്തായി ഞാൻ മാറുന്നു, എല്ലാം ഒന്ന് തന്നെയാണ് ഇന്ന്, പക്ഷേ എന്ത് വിത്തായി ഞാൻ മാറുന്നു എന്ന് ഇന്ന് പകൽ ചിന്തിക്കുന്നവർക്കായി സ്തോത്രം. ഈ വിത്ത് ഇന്ന് മണ്ണിൽ വിതച്ചേ മതിയാകൂ. ഈ വിത്ത് ഇന്ന് മണ്ണിൽ വിതച്ചേ മതിയാകൂ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിൽ നിന്നെ എടുത്തു, പൊടിയിലേക്ക് തന്നെ തിരികെ ചേരും. അതേ യേശു തീർത്തു പറഞ്ഞു, മരിച്ചവർ ആബാലവൃദ്ധം യേശുവിൻ്റെ വരവെങ്കിൽ ഉയർത്തെഴുന്നേൽക്കും. 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ. അതിൽ പങ്കെടുക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, മാന്യതയിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മിക ശരീരം എഴുന്നേറ്റ് വരുന്നു. ഒരു പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ഒരു ആത്മശരീരമുണ്ട്. ഇന്ന് പകൽക്കാലം നാം എവിടെയായിരിക്കുന്നു, ഏത് നിലവാരത്തിലാണ്, എങ്ങനെ ഉയർക്കും എന്നിത്യാദി കാര്യങ്ങൾ വീണ്ടും കണക്ക് കൂട്ടി ചിന്തിച്ച് ചില തീരുമാനത്തോടെ മടങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഇടയാക്കട്ടെ. 2 തീമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ് പറയുന്നൊരു പദമുണ്ട്, ഞാൻ നല്ല പോർ പൊരുതു, എൻ്റെ ഓട്ടം തികച്ചു. പോരാട്ടം വന്നതുകൊണ്ട് ഞാൻ ഓട്ടം നിർത്തിവെച്ചില്ല. പലരും പറയാറുണ്ട്, പ്രശ്നങ്ങൾ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്നത് വരെ ഞാൻ മുന്നോട്ടോടി, പ്രശ്നങ്ങൾ ആഞ്ഞടിച്ചപ്പോൾ പുറകോട്ട് പോയി. മോനെ, അവരെയാണ് ഈ അസ്ഥിരതയുള്ളവരെന്ന് പറയുന്നത്. അവരുയർക്കുന്നത് ഒരിക്കലും മനുഷ്യരീരത്തിലായിരിക്കുകയില്ല. വിശുദ്ധ പൗലോസ് വിളിച്ചു പറഞ്ഞു, നല്ല പോർ പൊരുതു, ഞാൻ മൃഗയുദ്ധം ചെയ്തു. എൻ്റെ സ്വന്തക്കാരെല്ലാവരും എനിക്കെതിരായി വന്നു. ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, ആഴത്തിനോ ഉയരത്തിനോ, കഷ്ടതയ്ക്കോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ ആപത്തിനോ വാളിനോ ഇവയെല്ലാം കൂടെ ഒരുമിച്ച് അണിനിരന്നപ്പോൾ താൻ പറഞ്ഞു, ക്രിസ്തുവേശുവിനുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ പിടിച്ചു മാറ്റാൻ ഒക്കത്തില്ല. ഞാൻ കണ്ട കാഴ്ച ദൈവികമാകയാൽ ആ കാഴ്ചയുടെ പുറകെ ഞാൻ ഓടി, ഞാൻ നല്ല പോർ പൊരുതു. ഓട്ടം ഒട്ടും കുറച്ചില്ല, അതേസമയത്ത് എൻ്റെ ഓട്ടം ഓടിത്തീർത്തു. ഇന്ന് പകൽക്കാലം പോർ പൊരുതുകൊണ്ട് ഓട്ടം ഓടുന്നവർക്കായി സ്തോത്രം. പലരെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്, അവന് വലിയ പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് നന്നായി ഓടുന്നു. സത്യം അല്ല സഹോദരന്മാരെ, നല്ല പോർ പൊരുതുന്നതിൻ്റെ ഇടയ്ക്കാണ് ഓട്ടം ഓടുന്നത്. ഇതിനിടയിലാണ് വിശ്വാസം കാക്കുന്നത്. 3 ഏരിയ ഒരുമിച്ച് സൂക്ഷിക്കുന്നവർക്കായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങനെ ഓടുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. പൗലോസേ, ഇതെല്ലാം കൊണ്ട് ഓടിയിട്ട് എന്താ പ്രയോജനം? അദ്ദേഹം പറഞ്ഞു, പ്രയോജനമോ? നീതിയുടെ കിരീടം. ഈ ലോകത്തിൻ്റെ ചക്രവർത്തി ഒലിവില കൊണ്ട് തയ്ച്ച വാടുന്ന കിരീടം ലോകപ്രകാരം സമ്മാനിക്കുമ്പോൾ, രാജാവിൻ്റെ കയ്യിൽ നിന്ന് ഒരു കിരീടം ഏറ്റുവാങ്ങേണ്ടതിന് രാജ്യം മുഴുവനും യുദ്ധം ചെയ്യുമ്പോൾ, യുദ്ധസേവ ചെയ്യുമ്പോൾ, ഒരുപാട് പോരുകൾ പൊരുതുമ്പോൾ, ഗെയിംസിൽ സ്പോർട്സിൽ പങ്കെടുക്കുമ്പോൾ, ഞാൻ ഗെയിംസിലും സ്പോർട്സിലുമല്ല, യാഥാർത്ഥ്യത്തിൽ പങ്കെടുക്കുകയാണ്. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ച് വിശ്വാസം കാത്തു. ഒരു ദിവസം കർത്താവായി യേശു തൻ്റെ തൃക്കരങ്ങളാൽ വാടാത്ത കിരീടം എൻ്റെ തലയിൽ അണിയിക്കാൻ വരികയാണ്. ഞാൻ ഓടിയത് അർത്ഥവത്താണ്. ഇന്ന് പകൽ അർത്ഥവത്തായ ഓട്ടം ഓടുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അ ട്രമെൻഡസ് ഹോപ്പ്. എനിക്ക് തന്നെയല്ല, തൻ്റെ വരവെങ്കിൽ പ്രിയം വെച്ച ഏവർക്കും. 2000-ഓളം വർഷങ്ങൾക്ക് പുറകിൽ പ്രിയം വെച്ചവർ കർത്താവിങ്കിലേക്ക് ചേർക്കപ്പെട്ടു. ഞാനും കൂടെ ചെല്ലുവാൻ അവർ കാത്തിരിക്കുക. നിങ്ങളിൽ ഓരോരുത്തരും ചെല്ലുവാൻ അവർ കാത്തിരിക്കുക. അവനവൻ്റെ പ്രവൃത്തി ശോധന ചെയ്യുന്ന ദിവസത്തിൽ ഒരുപോലെ പ്രതിഫലം കൊടുക്കുവാൻ സ്വർഗത്തിൽ ദൈവം ഇറങ്ങി വരുമ്പോൾ തേജസ്സേറിയ ഒരു പ്രതിഫലം വാങ്ങുവാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഇന്നിവിടെ കഷ്ടം കാണും, നിന്ന കാണും, പരിഹാസം കാണും, ദുഷി കാണും, പലതും കാണും. ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കുന്നൊരു സമയം വരും.
ഒരിക്കൽ ദൈവം തുടച്ചാൽ തുടച്ചതാ. ദൈവം ഒരു കാര്യം ചെയ്താൽ ചെയ്തതാ. തിരിച്ചു ചെയ്യാൻ ആരെ കൊണ്ടും ഒക്കത്തില്ല. ഇന്ന് പകൽക്കാലം ദുഃഖത്തിൻ്റെ നടുവിൽ കണ്ണുനീർ തുടയ്ക്കുന്നവനായ അത്യുന്നതനായ ദൈവത്തിൻ്റെ തൃക്കരങ്ങളിലേക്ക് ഞാൻ എന്നെ ഒന്നുകൂടെ ഏൽപ്പിക്കുകയാണ്. സകല ദുഃഖത്തിലും ഈ കുടുംബത്തോടുകൂടെ പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു പദം നേരത്തെ പറഞ്ഞോട്ടെ, ക്ഷമിക്കണേ. ഞാനും കഴിഞ്ഞ രാത്രിയിൽ മുഴുവനും യാത്രയായിരുന്നു. ശവസംസ്കാരം കഴിയുന്നത് വരെ ബോഡിയുടെ കൂടെ കാണും എന്ന് പറഞ്ഞ് ഞാൻ രാവിലെ ഇറങ്ങിയതെങ്കിലും എനിക്ക് നിൽക്കാൻ ഒരു നിവൃത്തിയില്ല. ഞാൻ തിരിച്ചു പോയേ പറ്റുള്ളൂ. എന്നോട് ക്ഷമിക്കണം. ഇനി ഞാൻ വന്നാൽ ഒരു പക്ഷേ എന്നെ ആരെങ്കിലും എടുത്തുകൊണ്ട് വരേണ്ടി വരും. അങ്ങനൊരു സാഹചര്യമായതുകൊണ്ട് തുടർന്നുള്ള കാര്യങ്ങൾ കർത്താവിൻ്റെ ദാസന്മാരെ സഭയായി ചെയ്യും. ആ ഏറിയായിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിവുള്ള ശക്തന്മാരായ ആളുകളെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അവരൊന്നിച്ചത് ചെയ്യും. ഞാൻ ഇത് കഴിഞ്ഞാലുടൻ എനിക്ക് തിരിച്ച് വീട്ടിൽ പോയേ പറ്റൂ. അതുകൊണ്ട് കാര്യം എൻ്റെ ശരീരത്തിൻ്റെ സ്ഥിതി അല്പം മോശമായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ദിവസങ്ങളിലെല്ലാം ഞാനും യാത്രയായിരുന്നു. ഇതിൽ കൂടുതൽ പിടിച്ചു നിൽക്കാൻ എനിക്ക് ഒക്കത്തില്ല. അതുകൊണ്ട് ദയവായി ആ ഒരു വിഷയത്തിൽ ക്ഷമിക്കണം. സഹകരണക്കുറവല്ല, അല്ല, എന്നെ കൊണ്ടുവെക്കുന്നതിൻ്റെ പരമാവധി സഹകരിപ്പാൻ കർത്താവിനെ കൃപ തന്നു. ഇനി ഒരിക്കൽ നിത്യതയിൽ കാണാം എന്ന പ്രത്യാശയോടെ ഞാൻ ഈ മൃതശരീരത്തോട് ഇവിടെ വെച്ച് വേർപിരിയാൻ പോവാം. പക്ഷെ ഞാൻ പോകുന്നതിന് മുമ്പേ നമ്മളെല്ലാം ഈ ശവശരീരത്തെ സാക്ഷി നിർത്തി ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ എടുക്കാമോ? ഞാൻ പുറകോട്ട് നോക്കത്തില്ല, മുന്നോട്ട് നോക്കും. ഞാൻ നല്ല പൊറുപൊരുതും, ഓട്ടം തികയ്ക്കും, എൻ്റെ വിശ്വാസം കാക്കും, നീതിയുടെ കിരീടം ഞാൻ പ്രാപിക്കും. പ്രിയ സഹോദരി, ഈ മരണക്കിടക്ക, ഈ ശവശരീരം, ഈ ഭൗതിക അവശിഷ്ടം, ഇതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞങ്ങളൊരു സത്യം ചെയ്യട്ടെ. കർത്താവിൻ്റെ നാമത്തെ മഹത്വീകരിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ ഏൽപ്പിക്കുന്നുവെന്ന് പറയുവാൻ, ദൈവം മുമ്പിൽ ഒരു വാക്ക് പറയുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. എല്ലാ കണ്ണുകളും ഒന്നടയ്ക്കും. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഈ ഭൗതിക അവശിഷ്ടങ്ങളെ ഞങ്ങൾ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ ജനിക്കുന്ന ജനനസമയം അങ്ങ് തീരുമാനിച്ചു. മരിക്കുന്ന മരണസമയവും അങ്ങ് കുറിച്ചു വെച്ചു. അങ്ങയുടെ വരവിൻ്റെ ദിവസം ഞങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അത് പിതാവിന് മാത്രം അറിയാം. ആ വരവിന് മുമ്പേ കാഹളം ധ്വനിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ആ ദിവസത്തിനു വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. ഈ ശവശരീരത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ ഒന്നുകൂടെ പുനഃപ്രതിഷ്ഠ ചെയ്യട്ടെ. തിരുനാമ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ, ഒരു ഉന്നത സ്ഥാനം കരസ്ഥമാക്കുവാൻ, വചനപ്രകാരം നല്ലത് എന്ന് പറയുന്നതിനെ മാത്രം നല്ലതെന്ന് പറയുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്കിടയാക്കണമേ. മഹത്വം കർത്താവ് എടുത്താലും അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ